യെശയ്യാപ്രവാചകൻ നമ്മോട് പ്രവചിക്കുകയാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. കർത്താവായ യേശു നമ്മെ പേര് ചൊല്ലിയാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നോ, അവിടെ യേശു നമ്മളെ ഉയരത്തിൽ നിന്നുള്ള കരം വന്ന് പിടിച്ചുയർത്തി നിർത്തുക തന്നെ ചെയ്യും. നമ്മളോട് വാഗ്ദത്തം പറഞ്ഞതൊന്നും മാറിപ്പോത്തില്ല. നമ്മൾ യേശുവിൻ്റെ പാതയിൽ നടക്കണം. അഗ്നിജ്വാല പോലെ പൊള്ളുന്ന വിഷയത്തിലായിരിക്കുന്നവരോട് കർത്താവ് പറയുക, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ അറിയുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുകയാണ്. പുതിയ നിയമ ഇസ്രായേലരായാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയതുപോലെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ആള് മാറുന്നതുപോലെ മാറ്റുവാൻ പോവുകയാണ്. ഇപ്പോൾ കാണുന്ന പ്രശ്നങ്ങൾ, തീ പോലുള്ള വിഷയങ്ങൾ, വെള്ളം പോലെ തലയ്ക്ക് മീതെ കവിഞ്ഞു വരുന്നത് നിന്നെ മുക്കിക്കളയാനല്ല, അത് ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കാൻ പോവുക. യേശുവിൻ്റെ നാമം നിന്നെ വെച്ച് തെളിയിക്കാൻ പോവുകയാണ്. പ്രവാചകനിലൂടെ നമ്മളോട് സംസാരിക്കുക, യാക്കോബേ, ഞാൻ നിന്നെ അറിയുന്നു, ഇസ്രായേലാക്കി നമ്മളെ മാറ്റുമെന്നാണ് പറയുന്നത്. അതിനാൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന വിഷയത്തിനകത്ത് സ്വർഗം കണ്ടു കഴിഞ്ഞു. അതിനൊരു പ്രതികാരം ദൈവം ഒരുക്കി കഴിഞ്ഞു. അത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഗോഡ് ബ്ലെസ് യു.